ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. പാർട്ട് 1 കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം. പാർട്ട് 2 ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 ലാസ്റ്റ് എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത്? നൈറ്റിംഗേൾ ഇവാനോട് ഒരു സീക്രട്ട് പറഞ്ഞല്ലേ, ഇവാൻ ഒരിക്കൽ രാജാവും ഇവാൻ്റെ മെർച്ചൻ്റ് ആ രാജാവിൻ്റെ സെർവൻ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് കേട്ടതിന് ശേഷം ഇവാന എന്താണ്, ഒരു ഡ്രിങ്ക് കുടിപ്പിച്ച്, ഉറങ്ങാനുള്ള ഒരു ഡ്രിങ്ക് കുടിപ്പിച്ചിട്ട് ഇവാന മയക്കിയിട്ട് എന്ത് ചെയ്ത് ഒരു ബോട്ടിലോട്ട് കിടത്തി. എന്നിട്ട് ആ ബോട്ട് ഓപ്പൺ സീയിലോട്ട് തള്ളിവിട്ട ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് വായിച്ചത്. ഇനി ആ ബോട്ടിന് എന്ത് സംഭവിച്ചെന്നാണ് നമ്മൾ ഈ നെക്സ്റ്റ് പാർട്ടിൽ നോക്കാൻ പോകുന്നത്. മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്. ക്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊക്കുകൾ അല്ലേ. അപ്പം ക്രെയിൻസിൽ നിന്നുള്ള എന്തോ സന്ദേശമാണ് അപ്പോൾ ഇതിൽ പറയണത്. അപ്പോൾ ഈ പിക്ചറിൽ എന്താണ്, ഒരു ഷിപ്പ് കാണുന്നുണ്ട്, ഒരാൾ നിൽപ്പുണ്ട് മുകളിൽ, ബോട്ടിൻ്റെ മുകളിലായിട്ട് ഒരാളും നിൽപ്പുണ്ട്. പിന്നെ ക്രെയിൻസൊക്കെ പറന്നു പോണതും കാണിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് സ്റ്റോറി എന്ന് നോക്കാം. For a long time, the boat moved about on the waves and finally hit a large ship. എന്താണ് ഈ ബോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്, നമ്മുടെ ഈ വാൻ കടന്ന ബോട്ട്. ആ ബോട്ട് എന്താണ്, തിരകളിൽ, വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, തിരമാലകളിലൂടെ ബോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്താണ്, പെട്ടെന്ന് ഒരു വലിയ ഷിപ്പിൽ ഇടിച്ച്. ദ ക്രൂ ഓൺ ദ ഷിപ്പ് സോ ഇവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. എന്താണ് ക്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിപ്പിലെ ജീവനക്കാർ, ഷിപ്പിലെ ആൾക്കാർ ഇവനെ കണ്ടപ്പോൾ എന്താണ്, ഇവനോട് സങ്കടം തോന്നി, ഇവൻ കിടക്കണുണ്ടപ്പോൾ. ദേ ടുക്ക് ഹിം ടു ദി ഷിപ്പ്. എന്നിട്ട് എന്താണ്, അവനെ ആ ഷിപ്പിലോട്ട് എടുത്തു. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. ഡെക്ക് എന്ന് പറഞ്ഞാൽ ആ ബോട്ടിൽ, ഷിപ്പിൻ്റെ മുകളിൽ അവൻ നിൽക്കണം കണ്ടിട്ടില്ല, നമ്മൾ ആ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ആ പിക്ചറിൽ കാണുന്നില്ലേ, അതാണ് ഡെക്ക്. മുകളിൽ നിൽക്കുകയാണ് ഇവാൻ, ആകാശത്തോട്ടും നോക്കി. ഹൈ, വെരി ഹൈ അപ്പ് ഇൻ ദ സ്കൈ ഇവാൻ സോ സം ക്രെയിൻസ്. എന്താണ്, അപ്പോൾ ആ ആകാശത്തിൽ നല്ല മുകളിൽ എന്താണ്, ക്രെയിൻസിനെ കണ്ട്. ദ ക്രെയിൻസ് വർ പ്രഡിക്റ്റിങ് എ സ്റ്റോം. എന്താണ് സ്റ്റോം എന്ന് പറഞ്ഞാൽ കാറ്റ്, അതിശക്തമായ കാറ്റില്ലേ, ചുഴലിക്കാറ്റ് എന്നൊക്കെ പറയൂലേ, കൊടുങ്കാറ്റ് പ്രഡിക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഹീ സെഡ് ടു ദി സെയിലേഴ്സ് ബി കെയർഫുൾ ഐ ഹിയർ ദ ബേർഡ്സ് പ്രഡിക്റ്റിങ് എ സ്റ്റോം. അപ്പോൾ എന്താണ് അവൻ പറഞ്ഞത്, അവന് പക്ഷികളുടെ ഭാഷ അറിയാലോ. അപ്പോൾ അവൻ സെയിലേഴ്സിനോട് എന്ത് പറഞ്ഞു, നമ്മളൊന്ന് സൂക്ഷിക്കണം, കാരണം ബേർഡ്സ് എന്താണ് ഒരു കൊടുങ്കാറ്റ് പ്രവചിക്കേണ്ടെന്ന് പറഞ്ഞു. ലെറ്റ് us എൻ്റർ എ ഹാർബർ ഓർ വി വിൽ ബി ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞു. ഒന്നല്ലെങ്കിൽ നമുക്ക് ഹാർബറിൽ പോകാം. ഹാർബർ എന്ന് പറഞ്ഞാൽ ഷിപ്പൊക്കെ കെട്ടിയിടുന്ന സ്ഥലം, അവിടെ പോകാം, അല്ലെങ്കിൽ നമ്മൾ അപകടത്തിലായിരിക്കും എന്ന് പറഞ്ഞു. യു സില്ലി ബോയ് കീപ് ക്വയറ്റ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെഡ്. അപ്പോൾ എന്താണ്, ഷിപ്പിലെ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും. ക്യാപ്റ്റൻ പറഞ്ഞ്, നീ ഒരു ചെറിയ കുട്ടിയില്ലേ, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ബട്ട് ഇവാൻ റിക്വസ്റ്റഡ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ. എന്താണ്, അപ്പോൾ ഇവാൻ പിന്നെ അവനോട്, ആരോട്, നമ്മുടെ ഷിപ്പിലെ ആളോട്, ക്യാപ്റ്റനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ സ്റ്റോം. അപ്പോൾ എന്താണ്, സ്റ്റോം വന്നല്ലേ. അറ്റ് ലാസ്റ്റ് ദ ക്യാപ്റ്റൻ സ്റ്റീർഡ് ദ ഷിപ്പ് ടു ദി ഷോർ ആൻഡ് ആങ്കർഡ് ഇറ്റ്. എന്താണ് സ്റ്റിയർ എന്ന് പറഞ്ഞാൽ തിരിച്ചു. ലാസ്റ്റ് ക്യാപ്റ്റൻ അവൻ പറയണത് എന്തോ ആവട്ടെ ആങ്കർ ചെയ്തിട്ട് അവിടെ കടൽ തീരത്ത്, ഷോർ എന്ന് പറഞ്ഞാൽ കടൽ തീരത്ത് ആങ്കർ ചെയ്തെന്ന് പറഞ്ഞാൽ ബോട്ട് അവിടെ സ്റ്റക്കായി നിൽക്കാൻ ഇടുക. വിത്തിൻ എ ഷോർട്ട് ടൈം എ സ്റ്റോം ബ്രോക്ക് ഔട്ട്. എന്താണ്, കുറച്ച് നിമിഷങ്ങൾക്കകം എന്താണ് എ സ്റ്റോം ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് പൊട്ടിപ്പുറപ്പെട്ടു. ഹ്യൂജ് വേവ്സ് റോസ് അപ്പ് ടു ദ സ്കൈ വരെ എന്താണ്, തിരമാലകൾ ഉയർന്നു. ദ വിൻഡ് റോയേർഡ്. കാറ്റ് വന്നു. ദേ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ. എന്താണ്, കടലിൽ കൂടി പോണ ഷിപ്പ് എത്രയും വലുതാണെന്ന് ഓർത്ത് നോക്കിയാൽ ഷിപ്പിനെയൊക്കെ മുറിച്ച് കടന്ന്, അല്ലെങ്കിൽ ഷിപ്പിനെയൊക്കെ തകർത്തുകൊണ്ട് തിരമാലകൾ വന്നു. യു സേവ്ഡ് അവർ ലൈവ്സ് ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഇവൻ. അപ്പോൾ എന്താണ്, ക്യാപ്റ്റൻ ലാസ്റ്റ് ഇവാനോട് താങ്ക് യു പറഞ്ഞു, നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞു. The king of country was very much annoyed. Many crows perched on the windows, walls and roof of the palace and even on the trees nearby. എന്താണ്, കിങ്, ആ കൺട്രിയിലെ, ആ രാജ്യത്തെ രാജാവ് എന്താണ്, ഭയങ്കര ശല്യം, എന്താണ് അനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു.
കാരണം എന്താണ്, മെനി ക്രൗസ് പെർച്ച്ഡ് ഓൺ ദ വിൻഡോസ്, വാൾസ് ആൻഡ് റൂഫ് ഓഫ് ദ പാലസ് ആൻഡ് ഈവൻ ഓൺ ദ ട്രീസ് നിയർ ബൈ. പെർച്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുക എന്നാണ് അർത്ഥം. അതായത് മനുഷ്യരിരിക്കണതിനല്ല, ബേർഡ്സൊക്കെ ഇല്ലേ വിൻഡോസിലും ആ കൊട്ടാരത്തിൻ്റെ ജനലിലും പിന്നെ വാൾസിലും റൂഫിലും പിന്നെ പാലസിൻ്റെ അടുത്തുള്ള ട്രീസിൽ വരെ എപ്പോൾ നോക്കിയാലും ഈ കാക്കകളാണ്. അപ്പോൾ ഈ കാക്കകളുടെ ശബ്ദം കേട്ടിട്ടാണ് എന്താണ് ഈ കിങ് ഡിസ്റ്റർബ്ഡ് ആയേക്കുന്നത്. നോ വൺ ന്യൂ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദം. എങ്ങനെ ആർക്കും മനസ്സിലാവാനുള്ള അവരെങ്ങനെ ഓടിക്കണമെന്ന്. ഇവാൻ വെൻ ടു ദി പാലസ്. യുവർ മജസ്റ്റി, ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രൗസ്, ഇവാൻ സെഡ്. അപ്പോൾ എന്താണ്, ഇവാൻ പറയും ഞാൻ ഈ കാക്കകളെ ഓടിക്കാമെന്ന് പറയും. ഇഫ് യു ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ മാരി മൈ ഡോട്ടർ, ദ കിങ് സെഡ്. അപ്പോൾ രാജാവ് എന്താ പറയും, അങ്ങനെ നീ ചെയ്യണമെങ്കിൽ നിനക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരാമെന്ന് പറയും. ഇവാൻ ആസ്ക്ഡ് ദ സെർവൻസ് ടു ഓപ്പൺ ദ വിൻഡോസ്. അപ്പോൾ ഇവാൻ എന്ത് എഴുതുക, അവിടുത്തെ സെർവൻസിനോട് പറഞ്ഞ് ജനാലകൾ തുറന്നിടാൻ. ഹീ ലിസൺ ടു ദ ക്രൗസ് ഫോർ എ വൈൽ, ദെൻ ഹീ വെൻ ടു ദ കിങ് എഗെയിൻ. അപ്പോൾ എന്താണ്, ഇവന് ബേർഡ്സിൻ്റെ ലാംഗ്വേജ് അറിയാമല്ലോ. അപ്പോൾ അവൻ കുറച്ച് നേരം, ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കാക്കകളെ കേട്ടിരുന്ന്. അത് കഴിഞ്ഞ് അവൻ എന്താണ്, രാജാവിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ രാജാവ് കാക്കകൾ ഇവാനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അതാണ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നോക്കുന്നത്. ഹോംലെസ് ബേർഡ്സ്. ഹോംലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീടില്ലാത്ത പക്ഷികൾ. ഇവാൻ ബോഡ് ബിഫോർ ദ കിങ് ആൻഡ് സെഡ്, ഓ ലോർഡ്, ദ ക്രൗസ് ആർ ഹോംലെസ് ബിക്കോസ് യുവർ മെൻ ആർ കട്ടിങ് ഡൗൺ ദ ട്രീസ് ദേ ആർ ലീവിങ് ഓൺ. ഇവാൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവാനൊന്ന് കുമ്പിട്ട് നിന്ന് എന്താണ്, ബഹുമാന സൂചകമായിട്ട് രാജാവിൻ്റെ അടുത്ത് ബഹുമാന സൂചകമായിട്ട് പറയുന്നതാണ് കുമ്പിട്ട് നിന്ന് ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇവാൻ കിങ്ങിനോട് എന്ത് പറഞ്ഞ്, ഈ കാക്കകൾക്ക് ഒന്നും വീടില്ല, കാരണം നിങ്ങളുടെ പ്രജകൾ മരം വെട്ടണത് കൊണ്ട്, അതാണ് മരങ്ങളിലാണുള്ള കാക്കകൾ ജീവിക്കണം, മരങ്ങൾ വെട്ടണതുകൊണ്ട് അവർക്ക് വീടില്ല, അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യണം, ഇവിടെ ജീവിക്കണമെന്ന് പറഞ്ഞു. ദേ വാണ്ട് ടു യുവർ മെൻസ് ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. അവർക്ക് എന്താണ്, ആ മരം വെട്ടൽ നിർത്തണമെന്ന് പറഞ്ഞു. ദ കിങ് ഓർഡേർഡ് ഹിം മെൻ ടു സ്റ്റോപ്പ് കട്ടിങ് ദ ട്രീസ്. അപ്പം എന്ത് രാജാവ് ആജ്ഞാപിച്ച്, ഓർഡർ എന്ന് പറഞ്ഞാൽ ആജ്ഞാപിച്ച്, എന്ത് അവരുടെ ആൾക്കാരോട് മരം വെട്ടൽ നിർത്താൻ ആജ്ഞാപിച്ച്. ദ ക്രൗസ് ഫ്ലൂ എവേ വൺ ആഫ്റ്റർ അനദർ ആൻഡ് ഡിസപ്പിയർഡ്. അങ്ങനെ ആ മരമൊക്കെ വെട്ടൽ നിർത്തലാക്കിയപ്പോൾ എന്താണ്, ദ ക്രോസ് ഫ്ലൂ എവേ വൺ ആഫ്റ്റർ അനദർ ആൻഡ് ഡിസപ്പിയർഡ്. ഓരോന്നായിട്ട് പറന്നു പോയി. എന്നിട്ട് എന്താണ്, അവിടെ നിന്ന് എല്ലാ കാക്കകളും അപ്രത്യക്ഷമായി. ദ കിങ് ഗോട്ട് ദ പ്രിൻസസ് മാരീഡ് ടു ഇവാൻ. അപ്പോൾ എന്താണ്, കിങ്ങിൻ്റെ മകളാണ് ഇവാന് കല്യാണം കഴിച്ചു കൊടുത്തു. ദാസ് ഇവാൻ ബിക്കേം ദ കിങ്. അങ്ങനെ ഇവാൻ അവിടുത്തെ രാജാവായി. ഹീ റൂൾ ദ കിങ്ഡം വൈസ്ലി. അപ്പോൾ ഇവാൻ എന്താണ്, നല്ല രീതിക്ക് രാജ്യം ഭരിച്ചു. ബേർഡ്സ് ആൾവേസ് വാണ്ട് ഹിം അബൌട്ട് സ്റ്റോംസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഇവാൻ ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ടു സേവ് ഹിസ് പീപ്പിൾ. അപ്പോൾ എന്താണ്, ബേർഡ്സിന് പെട്ടെന്ന് ഇത് കിട്ടുമല്ലോ, എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുമ്പോൾ, എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ, അപ്പോൾ ബേർഡ്സ് എന്ത് ചെയ്ത് കിങ്ങിനെ അറിയിച്ച് ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകണ്ടെന്നും പറഞ്ഞു. ഇവാൻ ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ ടു സേവ് ഹിസ് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ പ്രജകളെ രക്ഷിക്കാൻ എന്താണ്, അപ്പം തന്നെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത്, എന്താണ്, അത് പെട്ടെന്ന് ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഒന്നല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുക, അല്ലെങ്കിൽ ക്യാമ്പുകൾ തുടങ്ങുക, അങ്ങനെയൊക്കെ ചെയ്ത്. ലോങ് ലീവ് കിങ് ഇവാൻ, പീപ്പിൾ പ്രൈസ്ഡ് ഹിസ് വിസ്ഡം. അപ്പോൾ എന്താണ്, അവനെല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെട്ട് തുടങ്ങി അല്ലേ. അപ്പോൾ ലോങ് ലീവ്, എന്താണ്, രാജാവ് നീണാൽ വാഴട്ടെ എന്നും പറഞ്ഞ് ആൾക്കാരൊക്കെ പുകഴ്ത്താൻ തുടങ്ങി അവനെ. അപ്പോൾ ഇപ്പം എന്താണ്, ഇവാൻ എന്താണ്, ഒരു കിങ്ങായി അല്ലേ. അപ്പോൾ പണ്ട് നൈറ്റിംഗേൾ പറഞ്ഞിരുന്നില്ല, അവൻ മെർച്ചൻറ്റിൻ്റെ കീഴിൽ സെർവൻ്റായി വർക്ക് ചെയ്തിരുന്നപ്പോൾ നൈറ്റിംഗേൾ പറഞ്ഞിരുന്ന എന്താണ് ഒരു കാര്യം, ഇവാൻ കിങ് ആവും, ഇവാൻ്റെ സെർവൻ്റായിട്ട് ആര് വരും, അവിടുത്തെ ആ മെർച്ചൻ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ഇനി നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത്. ഇപ്പോൾ കിങ് ആയിട്ടുണ്ട്, നൈറ്റിംഗേൾ പറഞ്ഞ പോലെ, ഇനി ആ മെർച്ചൻ്റ് ഇവൻ്റെ സെർവൻ്റ് ആവോ ഇല്ലയെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ന്യൂ സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പുതിയ വേലക്കാരൻ. ഇയേഴ്സ് പാസ്ഡ്, വർഷങ്ങൾ കടന്നുപോയി. വൺ ഡേ ആൻ ഓൾഡ് മാൻ കെയിം ടു ഇവാൻസ് പാലസ്. ഇവാൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം ഒരു വൃദ്ധനായ ഒരു ഓൾഡ് മാൻ വന്നു. ഇവാൻ ഓർഡേർഡ് ഹിസ് ഗാർഡ്സ് ടു ബ്രിങ് ഹിം ഇൻസൈഡ്. ഇവാൻ എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭടന്മാരോട്
ആ ഓൾഡ് മാനെ, ആ വൃദ്ധനെ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ദ ഓൾഡ് മാൻ ഈസ് ഷാബി ക്ലോത്ത്സ് അപ്പിയർഡ് ബിഫോർ ഹിം. എന്താണ് മുഷിഞ്ഞ, ഷാബി എന്ന് പറഞ്ഞാൽ അത്ര വൃത്തിയില്ലാത്ത മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് അദ്ദേഹത്തിന് മുന്നിൽ വന്നത്. ഹി വാസ് സോ ടയേർഡ്. അവൻ എന്താണ് നല്ല അവശനുമായിരുന്നു. ഡിയർ ഓൾഡ് മാൻ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഇവാൻ ആസ്ക്ഡ്. ഇവാൻ ആ വൃദ്ധനോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടതെന്ന്. ഓ യുവർ മജസ്റ്റി, ഐ ലോസ്റ്റ് മൈ വൈഫ് ആൻഡ് ഓൾ മൈ വെൽത്ത്. ഐ ഫൈൻഡ് നോ വേ ടു മേക്ക് എ ലീവിങ്. എന്താണ് അപ്പോൾ ആ ഓൾഡ് മാൻ ഇവാനോട് പറഞ്ഞത്? എനിക്ക് എൻ്റെ ഭാര്യനെ നഷ്ടമായി, എൻ്റെ സമ്പത്തെല്ലാം നഷ്ടമായി, എനിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അറിയൂല. കാരണം എന്താണ്, സമ്പത്തും എല്ലാം പോയി, അപ്പോൾ പണവും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അപ്പം ജീവിക്കാൻ എനിക്കൊരു മാർഗ്ഗമില്ലെന്ന് പറയണു. ഐ ആം ഓൾഡ് ആൻഡ് കനോട്ട് വർക്ക്. ഞാൻ വയസ്സായതാണ്, എനിക്ക് പണിയൊന്നും എടുക്കാനും കഴിയൂല. ലെറ്റ് മീ സ്റ്റേ ഹിയർ ആൻഡ് സെർവ് യു സെഡ് ദ ഓൾഡ് മാൻ. ഞാനിവിടെ നിന്നോട്ടെ, നിങ്ങളെ സെർവ് ചെയ്ത് നിങ്ങളെ പരിചരിച്ചെന്ന് ചോദിക്കണേണ് ഓൾഡ് മാൻ. ഇവാൻ അപ്പോയിൻറ്റഡ് ഹിം ആസ് ഹിസ് സെർവൻറ്റ്. അപ്പോൾ എന്താണ്, ഇവാൻ അവൻ്റെ വേലക്കാരനായിട്ട് ആ വൃദ്ധനെ അപ്പോയിൻ്റ് ചെയ്തു. ദി നൈറ്റിംഗേൾ ഈസ് ബാക്ക്. അപ്പോൾ എന്താണ്, നൈറ്റിംഗേൾ തിരിച്ചു വന്നു അല്ലേ. വൺ നൈറ്റ് ഇവാൻ വാസ് റെസ്റ്റിംഗ് ഓൺ ഹിസ് റോയൽ ബെഡ്. എന്താണ്, അവൻ രാജകീയമായ ബെഡിൽ കിടക്കിയിരുന്നു, റെസ്റ്റ് എടുക്കായിരുന്നു. അപ്പോൾ പണ്ട് അവൻ എങ്ങനെയാണ്, ഭയങ്കര ടയേർഡായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് കിടക്കാമെന്ന് പറഞ്ഞുള്ള ഇതാണ്. ഇപ്പോൾ അവൻ എന്താണ്, നല്ല റോയൽ ബെഡിലൊക്കെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ അവൻ പുറത്തോട്ട് നോക്കി. എ ഫുൾ മൂൺ വാസ് റൈസിങ്. എന്താണ്, ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽപ്പുണ്ട്. ലിറ്റിൽ സ്റ്റാർസ് വർ ബ്ലിങ്കിങ് ടു ഗ്രീറ്റ് ദ മൂൺ. മൂണിനെ ഗ്രീറ്റ് ചെയ്യാനായിട്ട്, ചന്ദ്രനെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് ലിറ്റിൽ സ്റ്റാർസൊക്കെ എന്താണ് മിന്നി നിൽക്കുന്നുണ്ട്. എ സോഫ്റ്റ് വിൻഡ് ക്യാരിഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ് ഇൻ ടു ദി റൂം. എന്താണ്, എ സോഫ്റ്റ് വിൻഡ്, ഒരു ഇളങ്കാറ്റ് എന്താണ്, നാട്ടുപൂക്കളുടെ സുഗന്ധമായിട്ട് ഒരു ഇളങ്കാറ്റ് റൂമിലേക്ക് വീശി. ഫ്രം ദ ഡിസ്റ്റൻസ് സ്കൈസ് ഇവാൻ ഹേർഡ് ദ സോങ് ഓഫ് എ നൈറ്റിംഗേൾ. എന്താണ്, അപ്പോൾ ഇച്ചിരി ദൂരെ ആയിട്ട് അവൻ എന്ത് കേട്ട്, നൈറ്റിംഗേളിൻ്റെ പാട്ട് കേട്ട്. ഇറ്റ്സ് മൈ നൈറ്റിംഗേൾ. ഇവാൻ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻ ടു ദി വിൻഡോൻ്റെ അടുത്തോട്ട് പോയിട്ട് അവൻ എന്ത് പറഞ്ഞു, അതെൻ്റെ നൈറ്റിംഗേളാണെന്ന്. സൂൺ ദ നൈറ്റിംഗേൾ കെയിം ടു ഹിം ആൻഡ് സാറ്റ് ഓൺ ദ വിൻഡോ. എന്നിട്ട് അപ്പോൾ ആ നൈറ്റിംഗേൾ അവൻ്റെ അടുത്ത് വന്ന് വിൻഡോയിൽ, ജനാലയിൽ ഇരുന്നു. ദേ സ്പോക്ക് ഫോർ എ ലോങ് ടൈം. അവർ കുറേ നേരം സംസാരിച്ചു. കുറേ നാളത്തെയല്ലേ കാണുന്നത്, അവൻ അവിടെ സെർവൻ്റ് ആയിരുന്നപ്പോൾ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലേ രാപ്പാടിനെ. ആസ് യു സെഡ് ഐ ബിക്കെയിം ദ കിങ്, ബട്ട് വാട്ട് ഹാപ്പൻ ടു ദി മെർച്ചൻറ്റ്? ഇവാൻ ആസ്ക്ഡ്. അപ്പോൾ ഇവാൻ എന്ത് ചോദിച്ച്, നീ പറഞ്ഞതുപോലെ ഞാനൊരു രാജാവായി, പക്ഷേ എൻ്റെ മെർച്ചൻറ്റിന് എന്ത് സംഭവിച്ചു? ഓ യുവർ മജസ്റ്റി, ഹീ ഈസ് ഇൻ യുവർ പാലസ് ആൻഡ് ഹീ ഈസ് സെർവിങ് യു. അപ്പോൾ എന്താണ്, അവൻ രാപ്പാടി പറയണേ, നൈറ്റിംഗേൾ പറയണേ, അദ്ദേഹം ആ മെർച്ചൻ്റ് നിൻ്റെ കൊട്ടാരത്തിലുണ്ട്, ആ കൊട്ടാരത്തിലുള്ള ആൾ നിന്നെ എന്താണ് പരിചരിക്കുന്നുണ്ട്, സേവിങ് യു. സേയിങ് ദിസ് ദ നൈറ്റിംഗേൾ ഫ്ലൂ എവേ ആൻഡ് ഡിസപ്പിയർഡ് ഇൻ ടു ദി സ്കൈ. എന്താണ്, ഇതും പറഞ്ഞുകൊണ്ട് നൈറ്റിംഗേൾ പറന്ന് ആകാശത്തിലോട്ട് ഡിസപ്പിയർഡായി. യുവർ മജസ്റ്റി, സപ്പർ ഈസ് റെഡി. എന്താണ്, അപ്പോൾ രാജാവിനെ വിളിക്കുകയാണ്, സപ്പർ അത്താഴം ശരിയായി എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് അറ്റ് ഹിസ് ഡോർ. അപ്പോൾ എന്താണ്, അവൻ്റെ ഡോറിൻ്റെ അവിടെ നിൽക്കുന്ന ആ വൃദ്ധനായ സെർവൻറ്റിനെ അവൻ നോക്കി. ഹീ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്, ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ. അവനപ്പോൾ അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ. അതാരായിരുന്നു, അവൻ്റെ പഴയ ആ മാസ്റ്ററായിരുന്നു അല്ലേ. ഇവാൻ ലുക്ക്ഡ് അറ്റ് ദ ഓൾഡ് സെർവൻറ്റ് അറ്റ് ഹിസ് ഡോർ. ഹീ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്, ഇറ്റ് വാസ് ഹിസ് ഓൾഡ് മാസ്റ്റർ. അപ്പോൾ എന്താണ്, നൈറ്റിംഗേൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ സത്യമായല്ലേ. ഇവാൻ രാജാവാകുമെന്ന് പറഞ്ഞ് ഇവാൻ്റെ മെർച്ചൻ്റ് അവനെ സെർവ് ചെയ്യണ ഒരു സെർവൻ്റ് ആകുമെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ഇപ്പം എന്താണ്, അവൻ മെർച്ചൻറ്റിന് വൈഫിനെ വെൽത്തും എല്ലാം നഷ്ടപ്പെട്ട് അവൻ ഓൾഡും ആയി. ഇപ്പം എന്താണ്, ഇവാനെ സെർവ് ചെയ്യേണ്ടിയും വന്നു അല്ലേ. അപ്പോൾ ഒരു നല്ല ഒരു സ്റ്റോറിയാണ്.
അപ്പോൾ ഈ സ്റ്റോറി കഴിഞ്ഞിട്ടൊരു പോമുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇതിൽ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, യുവർ മജസ്റ്റി, supper is ready. Ivan looked at the old servant in front of him. He could not believe his eyes. Imagine and write the conversation between Ivan and the old man. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ വായിച്ചില്ലേ, അത് ലാസ്റ്റ് ഈവൻറ്റ്, ലാസ്റ്റ് സ്റ്റോറിയിൽ നടക്കുന്ന സംഭവം വെച്ച് നമുക്ക് സംഭാഷണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്, അവൻ്റെ വാതിക്കൽ, അവൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ നിൽക്കണ സെർവൻറ്റിനെ കണ്ട്, അപ്പോൾ അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അപ്പോൾ അവൻ എന്തായിരിക്കും ഓൾഡ് മാനോട് ചോദിച്ചിട്ടുണ്ടാവുക, അതാണ് സംഭാഷണം, കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞേക്കണത്. അപ്പോൾ ഇവാൻ എന്തായിരിക്കും ചോദിച്ചേക്കണത്, ഡു യു നോ ഹൂ ഐ ആം. അപ്പോൾ എന്താണ് ഇവാൻ ഓൾഡ് മാനോട് ചോദിച്ചേക്കണത്, നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓൾഡ് മാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ഓൾഡ് മാൻ പറയും, യെസ് മജസ്റ്റി, യു ആർ അവർ കിങ്. അറിയാം അല്ലേ, എനിക്കറിയാം, ഞങ്ങളുടെ കിങ് അല്ലേ നിങ്ങൾ, ഞങ്ങളുടെ രാജാവല്ലേ നിങ്ങളെന്ന് പറയും. പുള്ളിക്ക് അതല്ലേ അറിയുള്ളൂ. പണ്ടിവൻ ഈ മർച്ചൻ്റ് സെർവൻ്റ് ആയിരുന്നു എന്നൊന്നും അറിയൂലല്ലോ. ഇപ്പം ഞങ്ങളുടെ കിങ് ആണല്ലോ. കുറേ വർഷങ്ങളും കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. യെസ്, നൗ ഐ ആം യുവർ കിങ്. എന്താണ്, അതെ ഞാൻ ഇപ്പം നിങ്ങളുടെ കിങ് ആണ്. ബട്ട് ലോങ് ടൈം എഗോ ഐ വാസ് യുവർ സെർവൻറ്റ്. എന്താണ്, വർഷങ്ങൾക്ക് മുന്നേ എന്താണ് ഞാൻ നിങ്ങളുടെ സെർവൻറ്റ്, വേലക്കാരനായിരുന്നു. അപ്പോൾ ആ ഓൾഡ് മാൻ ചോദിക്കുന്നു, ഇവൻ, ഓ മൈ ഗോഡ്, പ്ലീസ് ഫോർഗീവ് മീ ഫോർ ദ ക്രൂവൽറ്റി വൺസ് ഐ ഹാവ് ഡൺ ടു യു. അപ്പോൾ എന്താണ്, അപ്പോൾ പുള്ളിക്ക് മനസ്സിലായില്ലേ, ഇവാനാണോ ഇത്, എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണം, നിങ്ങളുടെ അടുത്ത് ചെയ്ത ദുഷ്ടതരം അല്ലെ ക്രൂവാലിറ്റി എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ ഒരിക്കലും ഞാൻ നല്ലോണം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ, അതൊക്കെ എന്നോട് ക്ഷമിക്കണം, ഫോർഗീവ് മീ, എനിക്ക് മാപ്പ് നൽകണമെന്ന് ഓൾഡ് മാൻ പറഞ്ഞു. ഇത്ര ഉണ്ടാവുള്ളൂ കോൺവെർസേഷൻ. ഇനി ചിലപ്പോൾ വേണമെങ്കിൽ ഇവാന് പറയാം, എന്തു പറയാം, ഇറ്റ്സ് ഓക്കെ, അത് അല്ലേ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. അതെന്താണ്, ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ്. When Ivan became the king, he decided to protect the birds. He understood that the birds became homeless because the people had cut down the trees. Ivan ordered his people to stop cutting trees and asked them to paste posters for protecting trees. എന്താണ്, ഇവാൻ കിങ് ആയപ്പോൾ ഇവാൻ മരങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം എന്താണ്, മരം വെട്ടിയാൽ പക്ഷികളുടെ താമസം ഇല്ലാതാവുമല്ലോ. അപ്പം മരം സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ പോസ്റ്റർ എഴുതുമ്പോൾ എന്തെഴുതും, സ്റ്റോപ്പ് കട്ടിങ് ട്രീസ്, സേവ് ട്രീസ് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. സോ അപ്പോൾ നിങ്ങൾക്ക് തയ്യാറാക്കാം. നമ്മൾ ഇനി ആക്ടിവിറ്റി 3 പോവാം. പോസ്റ്റർ ഈസി അല്ലേ. സോ ഇനി ആക്ടിവിറ്റി 3 പോവാം. ആക്ടിവിറ്റി 3. When Ivan opened his eyes, he was alone in a boat. He looked around. He could only see the endless sea around him. അപ്പോൾ എന്താണ്, അവൻ്റെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. വാട്ട് കുഡ് ബി ദ തോട്ട്സ് ഓഫ് ഇവാൻ ദൻ. ആ സമയത്ത്, ഏത് സമയത്ത്, ഇവാന ആ മർച്ചൻ്റ് ബോട്ടിൽ തള്ളിവിട്ടില്ലേ, ആ സമയത്തുള്ള ഇവാൻ്റെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവാൻ കണ്ണു തുറന്നപ്പോൾ എന്താണ്, അവൻ ഒറ്റക്കാണ് ഒരു ബോട്ടിൽ. അവനെ ചുറ്റും നോക്കുമ്പോൾ എന്താണ്, ആകെ കാണാൻ പറ്റുന്നത് തീരാത്ത അല്ലേ, എൻഡ്ലെസ് ആയിട്ടുള്ളൊരു കടലാണ് കാണാൻ പറ്റണുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവൻ്റെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഇവാൻ അപ്പോൾ ചിന്തിക്കുന്നു, ഓ മൈ ഗോഡ്, വേർ ആം ഐ, ഹൗ ഡിഡ് ഐ റീച്ച് ഹിയർ. ഞാനെങ്ങനെ ഇവിടെ എത്തി, ഞാനിപ്പോൾ എവിടെയാണ്. നോബഡി ഈസ് ഹിയർ, ആരും ഇവിടെ ഇല്ല. ഓൺലി ഐ ക്യാൻ സീ ആൻഡ് വേവ്സ്, വാട്ട് ക്യാൻ ഐ ഡു. എന്താണ്, എനിക്ക് ആകെ കാണാൻ പറ്റുന്നത് കടലും തിരമാലകളൊക്കെയാണ്. ഞാനിനി എന്ത് ചെയ്യും. ഹൂ സേവ്ഡ് മീ ഫ്രം ഹിയർ, എന്നെ ഇവിടെ നിന്ന് ആര് രക്ഷിക്കും. നോബഡി ഈസ് ഹിയർ ടു ഹിയർ മൈ സൗണ്ട്, എൻ്റെ ശബ്ദം കേൾക്കാൻ പോലും ഇവിടെ ആരുമില്ല. പ്ലീസ് ഹെൽപ്പ് മീ മൈ ഗോഡ്, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കുമെന്ന് ഇവാൻ പറയുന്നതാണ്. അപ്പോൾ ഈ യൂണിറ്റിൽ ആക്ടിവിറ്റി 1ഉം 2ഉം നമ്മൾ 1ഉം 3ഉം 2 പോസ്റ്ററാണല്ലോ. നമ്മൾ 2 ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ആക്ടിവിറ്റീസും
ഇതിൻ്റെ കൂടെയുള്ള ഒരു പോയമുണ്ട്. ആ പോയമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.